രാവിലെ വോട്ടിംഗ് തുടങ്ങിയത് മുതൽ വലിയ രീതിയിൽ തിരക്ക് തന്നെയാണ് ചേലക്കര മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിൽ നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നത്. രാവിലെ ഞാൻ ഉണ്ടായിരുന്ന തോന്നൂർക്കരയായിരുന്നു. തോന്നൂർക്കരയിലെ എല്ലാ ബൂത്തുകളിലും വലിയ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ നിൽക്കുന്നത് വാഴലിക്കാവാണ്. വാഴലിക്കാവിലും സമാനമായ രീതിയിലുള്ള വലിയ കുറച്ചേരായി തിരക്കുണ്ട്. വോട്ട് ചെയ്തിട്ട് പോകുന്നു. അമ്മ തിരക്കുണ്ട്. സമാനമായി ഇപ്പോ ഈ നേരത്തെ വോട്ടിടാൻ വരുന്ന സമയത്തൊക്കെ ഈ രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള തിരക്ക് ഇത്തവണ മത്സരം ടൈറ്റാ അല്ലേ? ടൈറ്റാ. പ്രചാരണവും ടൈറ്റായിരുന്നു അല്ലേ? മൂന്ന് മുന്നണികളും വലിയ രീതിയിൽ ടൈറ്റാണ്. കോൺഗ്രസും LDF ആയാലും പ്രചാരണമൊക്കെ അവർക്ക് വീട്ടിലേക്ക് എത്ര തവണ വന്നിട്ടുണ്ടായിരുന്നു? പണ്ടൊക്കെ ആ രീതിയിൽ വരുമായിരുന്നു. നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് 2024 ഈ രീതിയിൽ വീടുകൾ കയറുന്നുണ്ടായിരുന്നു. ടൈറ്റാണ്. വോട്ടിന്റെ കൂടുതൽ അമ്മ കഴിച്ചോ? വോട്ടിട്ട് പോകുന്നുള്ളൂ. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. അത് നമുക്ക് ഒന്ന് AK സ്റ്റെഫിനിലേക്ക് പോവാം. കുറച്ച് ദൃശ്യങ്ങൾ കട്ടായി പോകുന്നു ഷിനോജ്. അതുകൊണ്ട് ഷിനോജിലേക്ക് വരാം. സ്റ്റെഫിൻ ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ വളരെ ശക്തമായ മത്സരം നടക്കുന്നു. ചേലക്കരയിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നു എന്ന സാഹചര്യത്തിൽ കൂടുതലായ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ടോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് കൂടാനാണോ സാധ്യത? എന്താ അവിടെ കാണുമ്പോൾ തോന്നുന്നത്? അഭിലാഷ്, ഏതായാലും ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മളിന്ന് പോയ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ പോയ ബൂത്തുകളിലൊക്കെ തന്നെ അതിശക്തമായ പോളിംഗ് ആണ് രാവിലെ മുതൽ ഉച്ചവരെ ഈ സമയം വരെ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് മുഖാരിക്കുന്ന് ഭാഗത്താണ്. ഇവിടെ 3 ബൂത്തുകളാണ് ഉള്ളത്. 82, 83, 84. നമ്മളിപ്പോൾ ഈ കാണുന്നത് 82ാമത്തെ ബൂത്താണ്. ഇതൊരു പ്രശ്നബാധിത ബൂത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നിയന്ത്രണം ഈ 82ാമത്തെ ബൂത്തിലുണ്ട്. CASFന്റെ 4 ഉദ്യോഗസ്ഥരുണ്ട്. പ്രത്യേകം പോലീസ് സംഘം ഉണ്ട്. വീഡിയോ ചിത്രീകരണം അകത്ത് ഉള്ളതിന് പുറമെ ഒന്നും കൂടി ഈ 82ാമത്തെ വാർഡിലുണ്ട്. അതിന് തൊട്ടടുത്താണ് 83, 84 വാർഡുകൾ. രാവിലെയൊക്കെ തന്നെ വലിയ ശക്തമായ പോളിംഗ് ആയിരുന്നു ഈ 3 വാർഡിലും ഉണ്ടായിരുന്നത്. ഏതാണ്ട് 39% പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 39 എന്ന് പറയുമ്പോൾ ഈ ഉച്ചവരെയുള്ള സമയത്ത് അത് ശക്തമായ ഒരു പോളിംഗ് തന്നെയാണ്. ഇപ്പോൾ ഏതായാലും മന്ദഗതിയിലായിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ മാത്രമേ ഇപ്പോൾ ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നുള്ളൂ, വോട്ടിടാൻ വേണ്ടി എത്തുന്നുള്ളൂ. ഏതായാലും ഇനി കുറച്ച് മണിക്കൂറുകൾ, ഏതാണ്ട് 1-2 മണിക്കൂറുകൾ ഈ തരത്തിൽ പോളിംഗ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഏതാണ്ട് 3 മണിയോട് കൂടി മാത്രമേ ഇനി അതിശക്തമായ രീതിയിലേക്ക് വീണ്ടും ആളുകളുടെ ഒരു ഒഴുക്ക് ഈ പ്രദേശത്തേക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം അതിവാശിയേറിയ മത്സരമായിരുന്നു എന്ന് കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ മുന്നണികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്.